പകലിന്റെ ആദ്യ സമയം പകല് പ്രഭാതമായി കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കാൻ നീ അശക്തനാവരുത്. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയല്ലേ. അക്ഫിക ആഖിറ, ആ പകലിന്റെ ശേഷം വരുന്നത് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ സംരക്ഷിച്ചു തരും. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം എല്ലാ ദിവസവും രാവിലെ. ളുഹല്ലേ, ളുഹയുടെ 4 റക്അത്ത്, ളുഹ 2 റക്അത്ത് നിസ്കരിച്ചാലും മതി. പക്ഷെ 4 റക്അത്ത് ളുഹ നിസ്കരിച്ചാൽ ആ ദിവസത്തിന്റെ മുഴുവൻ അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ന ആദം, ആദമിന്റെ മോനെ, ലാ തഅജസ് അൻ 4 റക്അത്തിൻ ഫീ അവ്വലിൻ നഹാർ, പകലിന്റെ ആദ്യ പകുതിയിൽ തന്നെ 4 റക്അത്ത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ ളുഹ നിസ്കരിക്കാൻ പറ്റും. നിങ്ങൾ 4 റക്അത്ത് 2-2ആയി 4 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അക്ഫിക ആഖിറഹു, ആ പകലിന്റെ അവസാന ഭാഗം നിനക്കൊരു ഉപദ്രവവും ഒരു വിഷമവുമില്ലാതെ സന്തുഷ്ടമായി സന്തോഷമായി നിനക്ക് അതിന്റെ പകലിന്റെ അവസാനം നിന്റെ മുമ്പിലേക്ക് വന്നു ചേരും. അത് ഞാൻ ഏറ്റെടുത്തു, അല്ലാഹു തആല പറ. പക്ഷെ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? 4 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ ലാ തഅജസ്, അത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയല്ലേ. 4 റക്അത്ത് ളുഹർ തന്നെ കൂടിക്കണമെന്ന് ആലോചിച്ച് നടക്കുക. പിന്നെ ഇപ്പൊ എങ്ങനെ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക? അങ്ങനെ ആവരുത്. 4 റക്അത്തല്ലേ ഉള്ളൂ. 4 റക്അത്ത് നിസ്കരിച്ചാൽ ഡെയിലി 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കൂലേ? എത്ര ഒഴിവില്ലെങ്കിലും പോയി നിസ്കരിക്കൂലേ? ഇല്ല. പുണ്യ നബി പറയാ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറയരുത്. 4 റക്അത്ത് ളുഹ, 2 റക്അത്ത് ഏതായാലും നിസ്കരിച്ച് പോരുന്നവരുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ 360 ജോയിന്റുകൾക്ക് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയാണ് ളുഹ നിസ്കാരം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് 2-ൽ 4 ആക്കുക. അക്ഫിക ആഖിറഹു, പകലിന്റെ അവസാനം നിനക്ക് ഞാൻ സന്തോഷം നൽകും, നിനക്കൊരു വിഷമവും വരൂല.